1 കിലോ ചാള മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ളതാണ് ഇതൊക്കെ. തക്കാളി 2 എണ്ണം, 4 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ ഒരു 10-40 ചുവന്നുള്ളി, 1 സബോള. ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതായി വന്നപ്പോൾ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂണ് കുറച്ചിടാൻ പാടുള്ളൂ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ചെറിയ സ്പൂണ് പെരുംജീരകം ഇട്ടിട്ടുണ്ട്, വലിയ ജീരകം. അത് പൊട്ടി വരുന്നതോടുകൂടി 1 സബോള നമ്മൾ അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുക. അതൊന്ന് പകുതി വഴന്ന് വന്നിട്ട് ബാക്കിയുള്ള ഇട്ടാൽ മതി. അപ്പം ചാളക്കറി അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാട്ടോ. പക്ഷെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൽ തേങ്ങയൊന്നും അരക്കണില്ല, നല്ല ചൊടിയുള്ള ഒരു അധികം ചാറൊന്നും ഇല്ലാത്ത കറിയാണ്. അപ്പോൾ ഇത് ചുവന്നുള്ളി ഞാൻ അരിഞ്ഞു വെച്ചു എന്ന് പറഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ചുവന്നുള്ളിയുടെ മണമൊക്കെ വരുമ്പോഴേ ചാളയ്ക്കൊരു ചെറിയ കുത്തുണ്ട്. അപ്പോൾ അത് ഈ ചുവന്നുള്ളി ഇങ്ങനെ മൊരിയണ മണത്തിൽ അതൊക്കെ ഇങ്ങനെ ഇല്ലാണ്ടാവും. ഇപ്പോൾ എൻ്റെ മോള് പ്രഗ്നൻ്റാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ ഒരു കുത്തൊന്നും ഇല്ലാണ്ട്. ഇതിപ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഈ കറി. അവരൊക്കെ കഴിക്കും വേണം ഇതൊക്കെ. ഇതിൽ ചാള ചെറുമീനുകളൊക്കെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇതായി വന്നപ്പോൾ പിന്നെ ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. പച്ചമുളക് ഒരു 4 ഉണ്ട് കേട്ടോ. 1 കുടം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി 1 കഷ്ണം, ആവശ്യത്തിന് വേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ട്, കറിവേപ്പിലയൊക്കെ ഇതിന് നന്നായി ഇടുന്നത് നല്ലതാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. എന്നിട്ട് ഇതിങ്ങനെ ഒന്നും കൂടി നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ നന്നായി വഴറ്റിയെടുക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി കേട്ടോ ഇത്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വെളുത്തുള്ളിയുടെ മണമൊക്കെ പോകണം കേട്ടോ, പച്ച മണമൊക്കെ പോയിട്ട് ചുവന്നുള്ളിയൊക്കെ നന്നായി വഴന്ന് അങ്ങോട്ട് വരണുണ്ട്. അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അധികം പൊടികളൊന്നും ചേർക്കാത്തൊരു കറിയാണ് കേട്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി. നന്നായി ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. എന്താ ഇതുപോലെ ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ നോക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണാണ് ഞാൻ മല്ലിപ്പൊടി ഇടുന്നുള്ളൂ. മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 1 ചെറിയ സ്പൂണ് ഞാൻ ഇടുന്നുണ്ട്, കറിക്കൊരു കുറുതായി കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത് ആ പൊടിയുടെ പച്ചമണമൊക്കെ പോകണം. രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഉടഞ്ഞു പോകണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ മീനൊക്കെ ഇട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ അത് അതിലങ്ങനെ കിടന്നായുള്ളൂ. എന്നാലും ഒന്ന് വഴറ്റി ആ വെളിച്ചെണ്ണയും ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ വഴന്ന് വരണം. പച്ചവട അങ്ങനെ ഇടരുത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ടീസ്പൂണാണ്, 1.5 സ്പൂണ്. പിന്നെ നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഇട്ടാൽ മതി.
ഇതിൽ നമ്മൾ പുളി കലക്കിയത്, പുളി ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി, അത്യാവശ്യം വലിപ്പമുള്ള ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി കലക്കിയത്, അതിൻ്റെ ഇതൊക്കെ ഉടച്ച് അതിൽ വെള്ളം സോക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞെടുത്താണ് കേട്ടത്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം, എന്നിട്ട് മീനിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പം മീനിട്ടത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് മീൻ. അപ്പോൾ അത്ര ഇളക്കി അങ്ങോട്ട് ഇതാക്കണം കേട്ടോ, എന്നാലും നമുക്കൊന്ന് അടിയിലേക്കാക്കി കൊടുക്കണം മീൻ. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേപ്പില ഇതിൽ ജാസ്തി വേണം കേട്ടോ. ഇനി ഞാൻ വേപ്പില ഇടും. അപ്പം മീൻ ഇളക്കി കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ഇളക്കി കൊടുക്കണം, പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇറക്കിയിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് പറ്റിച്ചെടുക്കാം. ഒരു ചെറു ചാറോട് കൂടിയിട്ട്, തീരെ അങ്ങനെ ഇതില്ല, നന്നായി പറ്റി വരുന്ന വരെ ഒക്കെ കണ്ട് വേവിച്ചെടുക്കാം. വളരെ അല്ലെങ്കിൽ ചാളക്കറി എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ വെച്ചാലും, ഇപ്പം ഇങ്ങനെയും കൂടി വയ്ക്കുമ്പോൾ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇടനേരത്തൊന്ന് ഇളക്കി കൊടുക്കുന്നതാണ്, ഒന്നുകൂടി പറ്റി വന്നോട്ടെ കേട്ടോ മീനെ. അപ്പോൾ എല്ലായിടത്തേക്കും ഒന്ന് അടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത്, ഉപ്പൊക്കെ ഞാനൊന്ന് നോക്കിയപ്പോൾ ഉപ്പ് പാകമാണ്. കുറേ ഇട്ട് ഇളക്കരുത് കേട്ടോ, പൊട്ടിപ്പോവും. ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ ഇനി ഒന്നുകൂടി ഒന്ന് മൂടിയിട്ടിട്ട് ഒന്നുകൂടി വേവിച്ച് പറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പോയി ഇതിനി ഒന്നും കൂടി ഇരുന്ന് പറ്റും കേട്ടോ. അത് കാരണം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്ന് തിളച്ച് ഇതാണ് വരെ ചാറൊക്കെ ഒന്ന് കുറുതായി ചാറയിൽ ഞാൻ അതിലൊരു സ്വല്പം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് പറഞ്ഞു എന്ന് എനിക്കൊരു സംശയം. ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, നല്ല ചൊടിയുള്ള കറി കേട്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാളക്കറി റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ചാളക്കറി റെഡി ആയിട്ടുണ്ട്. ഇതാ ഒരു ടേബിൾ സ്പൂണ് കഷ്ടി ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ. ഇനി കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, ഫ്രഷ് വേപ്പില. എന്നിട്ട് തീ ഓഫ് ചെയ്താൽ മതി. ആഹാ, നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചാളക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു. ബൈ. വേറെ വീഡിയോ ആയിട്ട് കാണാം.